നടൻ ബാലയുടെ പേര് വിവാദങ്ങൾക്കൊപ്പം ചേർത്ത് മാത്രമാണ് നാളുകളോളം വായിക്കപ്പെട്ടിരുന്നത്. ബാലയുടെ ആദ്യ വിവാഹവും വിവാഹമോചനവും തുടർ വിവാഹങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചയായി. എന്നാൽ ബന്ധു കൂടിയായ കോകിലയുമായുള്ള വിവാഹത്തിന് ശേഷം കാര്യങ്ങൾ പഴയതുപോലെയല്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ബാലയുടെ ആരാധകർ പറയുന്നത്. ഭാര്യയ്ക്കൊപ്പം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി സന്തോഷകരമായ കുടുംബജീവിതമാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് ബാല പറയുന്നത്. ജീവിതത്തിലെ എല്ലാ നല്ല മാറ്റങ്ങളുടെയും ക്രെഡിറ്റ് ബാല കോകിലയ്ക്ക് നൽകുന്നു. ഗലാട്ട തമിഴെന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ബാല തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ബാലയുടെ വാക്കുകൾ ഇങ്ങനെ: കഴിഞ്ഞ വർഷം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം എനിക്കൊരു മരുന്ന് മാറി തന്നിരുന്നു. അത് കൊടുത്തത് ആരെന്ന് പറയുന്നില്ല, മാറിക്കഴിച്ചു എന്ന് മാത്രം പറയാം. കുറച്ചുനാൾ അക്കാര്യം അറിയാതെ മരുന്ന് കഴിച്ചു. 10 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ എന്നെ നോക്കിയിരുന്നത് കോകിലയായിരുന്നു. ആ 10 ദിവസവും എൻ്റെ 2 കൈയിലും ട്യൂബുകളുണ്ടായിരുന്നു. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതും കുളിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തു തരാൻ ഒരു അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. അന്നാണ് ഞാൻ ഒരു താരത്തെ കണ്ടത്. അപ്പോഴേ മനസ്സിൽ തോന്നി അവൾ തന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് തമാശയല്ല എന്ന്. ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതുവരെ താൻ. എന്നാൽ അവളുടെ ഉള്ളിലുള്ള പക്വത തനിക്ക് പോലുമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. 1.5 വർഷമായി അവളാണ് തന്നെ നോക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായി. അതിനു മുൻപ് ഒളിച്ചു കല്യാണം കഴിച്ചിരുന്നു. എനിക്ക് 42 വയസ്സുണ്ട്, കോകിലയ്ക്ക് 24 വയസ്സ്. കല്യാണത്തിന് മുൻപ് തനിക്ക് വീട്ടിലേക്ക് നിരവധി ആലോചനകൾ വരുന്നുണ്ടായിരുന്നു. കോകിലയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ പ്രപ്പോസലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ചിരിക്കും, ദേഷ്യമൊന്നും വരില്ല. കേരളത്തിൽ എല്ലാവരും പറയുന്നത് കോകിലയെ നേരത്തെ തന്നെ വിവാഹം ചെയ്യാമായിരുന്നില്ല എന്നാണ്. നേരത്തെ വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ അത് ബാലവിവാഹമായി പോകുമായിരുന്നു. ജീവിതത്തിൽ 8 തവണ മരണം കണ്ടിട്ടുണ്ട്, 17 വയസ്സിലടക്കം. ഓരോ തവണയും പുനർജന്മമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഭയമില്ല. അസുഖമായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആലോചിച്ചത് നല്ലൊരു ജീവിതം ജീവിച്ച് ഇനിയെങ്കിലും സമാധാനമായി മരിക്കാമെന്നായിരുന്നു. ആ സമയത്ത് മനസ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പ്രവർത്തിക്കുക. ആശുപത്രിയിൽ ചെന്നിറങ്ങിയപ്പോൾ താൻ ചോദിച്ചത് കൂളിംഗ് ഗ്ലാസ് എവിടെയെന്നാണ്. അത് പറഞ്ഞ് എല്ലാവരും ഇപ്പോൾ എന്നെ കളിയാക്കും. മരണം വന്നപ്പോഴും ഭയന്നിട്ടില്ല. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. 1.5 വർഷമായി തനിക്ക് വലിയ മാറ്റമുണ്ടെന്നാണ് കേരളത്തിലെ എല്ലാവരും പറയുന്നത്. അതിന് കാരണം കോകിലയുടെ ഭക്ഷണമാണ്. സ്നേഹം എല്ലാത്തിനെയും മാറ്റുമെന്നും ബാല പറയുന്നു. ബാലയ്ക്ക് 400 കോടിയുടെ സ്വത്തുണ്ടെന്ന് കേൾക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് തൻ്റെ സ്വത്ത് ഇവളാണെന്ന് കോകിലയെ ചൂണ്ടിക്കാട്ടി താരം മറുപടി നൽകി. കുട്ടികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അക്കാര്യം പറയുന്നില്ലെന്നും അത് സംസാരിക്കുന്നത് ശരിയല്ലെന്നും ബാല പറഞ്ഞു. ശിവനാണ് തങ്ങളെ ഒരുമിപ്പിച്ചതെന്നാണ് 2 പേരും വിശ്വസിക്കുന്നതെന്നും ബാല പറയുന്നു.